ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. മനുഷ്യന്റെ സൗന്ദര്യ സങ്കല്പത്തിൽ നമ്മുടെ മുഖത്തിന്റെ ഭംഗിക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിന്റെ ഭംഗി നിലനിർത്തുന്നതിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു എന്ന് വരാം. പലപ്പോഴും ഇപ്പോഴത്തെ ടീനേജേഴ്സും ചെറുപ്പക്കാരും എല്ലാം തന്നെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടി കഴിഞ്ഞ ഒരു 10-15 വർഷം കൊണ്ട് ഒത്തിരി ചെയ്യാൻ പറ്റുന്ന, ഇതുവരെ കേൾക്കാത്ത പല കാര്യങ്ങളും വരെ ചെയ്യുന്നതും കാണാം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഈ സൗന്ദര്യവർദ്ധകരുടെ പ്രചാരണത്തിന് വന്നിരിക്കുന്ന പ്രധാന ആൾക്കാരെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇവർ ചെയ്യുന്ന എന്താണ്? ഇവർ ഇത്തരത്തിൽ പലവിധ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന കൊള്ളാവുന്നതും കൊള്ളാവാത്തതുമായിട്ടുള്ള എല്ലാവിധ പ്രോഡക്ട്സും അങ്ങ് പ്രൊമോട്ട് ചെയ്ത് ഇതിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇടും. നമ്മുടെ ഫോണിനകത്തെല്ലാം തന്നെ പലവിധ ഫിൽറ്റേഴ്സ് ലഭ്യമാണ്. ആദ്യം നമ്മൾ നോർമലി ഒരു ഫോട്ടോയോ വീഡിയോയോ എടുത്തിട്ടിട്ട് അതിന് ആദ്യം ഇതൊക്കെ തേക്കുന്നത് കാണിക്കും. പിന്നെ ഫിൽറ്റർ ഇട്ടിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് ഞാനിതാ വെളുത്തു, ഞാനിതാ ഭംഗിയായി, ഞാനിത് ഉപയോഗിച്ചാണ് മുഖം കഴുകുന്നത്, ഞാനിതാണ് ഡെയിലി പുരട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ പുറകെ ഇന്നത്തെ ചെറുപ്പക്കാരും ടീനേജേഴ്സും പതിവായിട്ട് ഇത്തരത്തിൽ പല വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരാളെങ്കിലും ഇന്ന് നമ്മുടെ ഓരോ കുടുംബങ്ങളിലും ഉണ്ട്. എന്നാൽ സിമ്പിളായിട്ട് നമ്മുടെ മുഖം ക്ലീൻ ആക്കി നിർത്തുന്നതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് പലർക്കും അറിയത്തുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മുഖം സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ, മുഖം കഴിയുന്ന സമയത്ത് പലരും കാണിക്കുന്ന പ്രധാനപ്പെട്ട ചില അബദ്ധങ്ങൾ പറഞ്ഞുതരാം. ഇത് ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ഒരുമാതിരി നമ്മുടെ ഭംഗി നിലനിർത്താനായിട്ട് സഹായിക്കും. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പുറകെ പോകുന്നതിന് മുൻപ് തന്നെ ഇതൊക്കെ നല്ലതാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, കാസർഗോഡും വയനാടും എല്ലാം തന്നെ ഇത്തരത്തിൽ പലവിധ പ്രോഡക്ട്സ്, വെളുക്കാനുള്ള പ്രോഡക്ട്സ് വാങ്ങി ഉപയോഗിച്ച് വൃക്ക തകരാറിലായ പല കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഞാൻ തന്നെ ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ കാണിക്കുന്നതിന് പകരം വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി നിലനിർത്തുന്നതിന് നമ്മുടെ ശരീരത്തിന് തന്നെ അതിൻ്റെതായുള്ള മെത്തേഡുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മുടെ മുഖത്തൊരു എണ്ണമയമില്ലേ? പലരും വിചാരിക്കുന്ന മുഖത്ത് വരുന്ന ഈ ഓയിലി സ്കിൻ എന്ന് പറയുന്ന കേടാണെന്ന്. അല്ല, നമ്മുടെ സ്കിന്നിൻ്റെ ചർമ്മത്തിൻ്റെ മൃദുലതയും നമ്മുടെ മുഖത്തിൻ്റെ ഭംഗിയും ആ തിളക്കവും നിലനിർത്തുന്നതിന് നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു പ്രൊഡക്ഷനാണ് നമുക്ക് സെബം എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്നാലോ, ഇത് പലപ്പോഴും നമ്മുടെ മുഖത്ത് ഇതിനകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നിരുന്നാലോ മൂക്കുരു പോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു വരാം. ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ടീനേജേഴ്സിനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുഖം കഴുകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓവറായിട്ട് ഈ എണ്ണമയം നഷ്ടപ്പെടാനും പാടില്ല, എന്നാൽ മുഖത്ത് എണ്ണമയം ഓവറാകുന്നത് നല്ലതല്ല. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ആൾക്കാർ ചെയ്യുന്ന എന്താണ്? നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഏതെങ്കിലും സോപ്പ് വാങ്ങി നന്നായിട്ട് തേച്ചൊരച്ച് കുളിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ സോപ്പ് ഉപയോഗിക്കുന്നത് തെറ്റില്ല. എന്നാൽ നമ്മുടെ മുഖത്ത് നമ്മുടെ മാർക്കറ്റ് കിട്ടുന്ന ഇത്തരത്തിലുള്ള ടോയ്ലറ്റ് സോപ്പുകൾ ഉപയോഗിക്കുന്നതിന് ഒരു അപകടമുണ്ട്. നിങ്ങൾ ഈ സോപ്പുകളുടെ പരസ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാം ബ്ലീച്ചിങ് എഫക്റ്റാണ്. കുളിച്ച് കയറുന്ന സമയത്ത് നല്ല വെളുത്തിരിക്കുന്ന പരസ്യങ്ങളാണ് കൂടുതലുമുള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ള ടോയ്ലറ്റ് സോപ്പുകൾക്കെല്ലാം തന്നെ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉണ്ട്. നമ്മുടെ മുഖത്തിന് ഇത്തരത്തിലുള്ള ബ്ലീച്ചിങ് കൊടുക്കുമ്പോൾ നമ്മൾ കുളിച്ച് കയറുന്ന സമയത്ത് മുഖത്തിനൊരു വെളുപ്പ് പോലെ തോന്നും. എന്നാൽ നമ്മുടെ മുഖത്തുള്ള ഈ എണ്ണമയം എല്ലാം പോയി മുഖം പെട്ടെന്ന് ഡ്രൈ ആകുന്നതിനാണ് ഇത്തരത്തിൽ ടോയ്ലറ്റ് സോപ്പുകൾ കാരണമാകുന്നത്. ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിൽ ടോയ്ലറ്റ് സോപ്പുകൾ നിങ്ങളുടെ മുഖത്ത് ഉപയോഗിക്കാതിരിക്കുക. സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസേഷൻ നിലനിർത്താൻ സഹായിക്കുന്ന ഗ്ലിസറിൻ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ് സോപ്പുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ കിട്ടും. പക്ഷേ വളരെ കുറച്ച് പ്രോഡക്ട്സേ ഉള്ളൂ. ഞാനിതിനകത്തൂടെ പ്രോഡക്ട്സിന്റെ പ്രൊമോഷൻ നടത്താത്തതുകൊണ്ട് അതിന്റെ പേരൊന്നും പറയുന്നില്ല. ഇത്തരത്തിൽ സോഫ്റ്റ് സോപ്പുകൾ ഏതെങ്കിലും മുഖം ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അത് കുളിക്കുന്ന സമയത്ത് പുരട്ടിയാൽ മതി. അതല്ലാതെ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകാൻ പാടില്ല. മുഖം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴുകുമ്പോൾ സംഭവിക്കുന്നത്, വെള്ളം വീണിട്ട് നമ്മുടെ സ്കിന്നിനുള്ള നാച്ചുറലുള്ള എണ്ണമയം നഷ്ടപ്പെടുകയും വളരെ പെട്ടെന്ന് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി പോകുന്നതിന് കാരണമാകുകയും ചെയ്യും. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ മുഖത്ത് ഇറിറ്റേഷൻ ഉണ്ടാവും, നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി പോകും. കൂടാതെ സ്കിന്നിൽ വളരെ ചെറിയ അബറേഷൻസ്, ചെറിയ മുറിവുകൾ, നമുക്ക് കാണാൻ പറ്റുന്നതിനെക്കാട്ടിയും ചെറിയ മൈക്രോ ടീയേഴ്സ് ഉണ്ടാകുകയും പെട്ടെന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരികയും ചെയ്യും. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും? നമുക്ക് സ്കിന്നിൻ്റെ പല ഭാഗത്തും ചെറിയ പാടുകൾ കാണും, മുഖക്കുരു കാണും, മുഖത്ത് ചൊറിച്ചിൽ അനുഭവപ്പെട്ടു എന്ന് വരാം. അതുകൊണ്ട് കഴിയുന്നത്ര 2 നേരം നിങ്ങൾ മുഖം കഴുകിയാൽ മതിയാകും. ഒന്ന് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത്, ഒന്ന് വൈകുന്നേരം നിങ്ങൾ ജോലിയെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ പുറത്തു നിന്നുള്ള അഴുക്കും ചെടിയും പൊടിയും എല്ലാം കഴുകിക്കളയുന്നതിന് വേണ്ടിയിട്ട് മുഖം ഒന്ന് വൈകുന്നേരം കഴുകുക. ഇത് മതിയാകും. പിന്നെ കുളിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുഖം വൃത്തിയായി പോകുന്നുണ്ട്. ഇനി പലരും മുഖം കഴുകുന്ന സമയത്ത് ചെയ്യുന്ന മണ്ടത്തരം എന്തെന്നറിയാവോ? എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ച് തേച്ചൊരച്ച് കഴുകും. ഒന്നുമില്ലെങ്കിൽ കൈ തന്നെ ഇട്ട് നന്നായിട്ട് തേക്കുന്നതാണ്. മുഖത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന എല്ലാം പോകാനാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വെറും വെള്ളത്തിൽ കഴുകിയാൽ തന്നെ അത്യാവശ്യം മുഖത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന വസ്തുക്കൾ പോകും. നന്നായിട്ട് സ്ക്രബ് ചെയ്യരുത്. മുഖത്ത് ഏതെങ്കിലും സ്ക്രബ്ബറുകൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഇത്തരം വസ്തുക്കൾ ഉപയോഗിച്ചോ ഉരയ്ക്കരുത്. പലപ്പോഴും മുഖത്ത് ഏതെങ്കിലും ലേപനങ്ങൾ ഉപയോഗിച്ചിരുന്നാൽ അത് ഡ്രൈ ആവുന്ന സമയത്ത് വളരെ മൈൽഡായിട്ട് അവ
നമ്മൾ കഴുകിക്കളയാനേ പാടുള്ളൂ. ഉരയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉരയ്ക്കുന്നതും നമ്മുടെ മുഖത്ത് മൈക്രോ ടീയേഴ്സ്, സ്ക്രാച്ചുകൾ ഉണ്ടാകുന്നതിന് കാരണമാകും. ഇനി മുഖം കഴുകി കഴിഞ്ഞിരുന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ടവൽ പലപ്പോഴും കേർച്ചീഫ് ആയിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും ടവൽ ആയിരിക്കും ഉപയോഗിക്കുന്നത്. തുടയ്ക്കുന്നതിന് നമുക്ക് മുഖം കഴുകുന്നത് പോലെ തന്നെ പ്രധാന പങ്കുണ്ട്. പ്രധാനമായിട്ടും നമ്മളൊരു ടവൽ എടുത്ത് തുടയ്ക്കുന്ന സമയത്ത് ആ ടവലിനകത്തുള്ള ബാക്ടീരിയയോ ഫംഗസോ എല്ലാം മുഖത്ത് പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന കേർച്ചീഫോ ടവലോ ശരിയായിട്ട് ഉണങ്ങിയിട്ടില്ല എന്നിരിക്കട്ടെ, ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ബാക്ടീരിയയും ഫംഗസും മുഖത്ത് പറ്റിപ്പിടിക്കും. പലപ്പോഴും ടവലൊക്കെ വളരെ റഫ് ആണെന്നുണ്ടെങ്കിൽ ഇത് മുഖത്ത് മൈക്രോ ടീയേഴ്സ്, ചെറിയ മുറിവുകൾ ഉണ്ടാക്കുകയും അതുവഴി ബാക്ടീരിയ കയറുകയും മുഖത്ത് മൂക്കുരു പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ടവലോ കേർച്ചീഫോ മാത്രമേ മുഖം തുടയ്ക്കാൻ ഉപയോഗിക്കാവുള്ളൂ. അത് നിങ്ങൾ ശക്തിയായിട്ട് തുടയ്ക്കേണ്ട കാര്യമില്ല, ഒപ്പിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ. മാത്രമല്ല, മുഖം കഴുകാനും തുടയ്ക്കാനും ഉപയോഗിക്കുന്ന ടവലും കേർച്ചീഫും എല്ലാം തന്നെ നിങ്ങൾ വാഷിംഗ് മെഷീനിലും മറ്റു വാഷിംഗ് പൗഡറുകളുടെ ഒപ്പം ഇട്ട് നനയ്ക്കരുത്. പലപ്പോഴും ഈ വാഷിംഗ് പൗഡറുകൾ ഈ ടവലിലോ കേർച്ചീഫിലോ പറ്റിപ്പിടിച്ചിരുന്നാൽ ഇത് മുഖം തുടയ്ക്കുമ്പോൾ മുഖത്ത് ഇറിറ്റേഷനോ ചൊറിച്ചിലോ ഉണ്ടാകാം. വെറും വെള്ളത്തിൽ കഴുകി നിങ്ങൾ വെയിലത്തിട്ട് ഉണക്കുന്ന, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വെയിലത്തിട്ട് ഡ്രൈ ആക്കുന്ന കേർച്ചീഫോ ടവലോ വേണം മുഖം സോഫ്റ്റ് ആക്കി ഒപ്പിയെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ. ഇനി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ക്ലീൻസേഴ്സ്, കുളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മുഖം കഴുകുന്ന സമയത്ത് മുഖം ക്ലീൻസേഴ്സ് ഉപയോഗിക്കാം. ഈ ക്ലീൻസറുകൾ പലപ്പോഴും ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ പുറകെ പോയിട്ടാണ് ആൾക്കാർ വാങ്ങിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ മുഖത്തിന്റെ സ്കിൻ ടോൺ അനുസരിച്ച് മാത്രമേ ക്ലീൻസറുകൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. ഏറ്റവും പ്രധാനമായിട്ട് 3 തരത്തിലുള്ള സ്കിൻ ടോണുകളാണുള്ളത്. ഒന്ന് അമിതമായി എണ്ണമയുള്ള ആൾക്കാർ, രണ്ടാമത്തത് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ, മൂന്നാമത്തത് ഒരു മീഡിയം സ്കിന്നുള്ള ആൾക്കാരാണ്. നമ്മൾ ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കഴുകുകയോ ഇല്ലെങ്കിൽ ഈ എണ്ണമയം പോകാനുള്ള ക്ലീൻസേഴ്സ് ഉപയോഗിക്കുകയും ചെയ്താൽ മുഖം കൂടുതൽ ഡ്രൈ ആകുകയും നിങ്ങൾക്ക് അവിടെ ഇവിടെ വെളുപ്പ് നിറം വന്ന, വെളുപ്പ് പറ്റിയിരിക്കുന്ന പോലെ തോന്നൽ വരികയും അല്ലെങ്കിൽ മുഖം ചൊറിച്ചില്, മൂക്കുരു പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ കാരണമാകുകയും ചെയ്യും. പലപ്പോഴും താരൻ, തലയിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉള്ളവർക്ക് മുഖത്തേക്ക്, പ്രത്യേകിച്ച് മൂക്കിന്റെ സൈഡിൽ, ചെവിയുടെ സൈഡിൽ, കവിളിലെല്ലാം തന്നെ ഒരു ഡ്രൈ സ്കിൻ പോലെ പാച്ചസ് കാണാൻ സാധ്യതയുണ്ട്. ഇത്തരക്കാരും പലപ്പോഴും ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് കഴുകുകയോ സ്കിന്നിനെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ക്ലീൻസേഴ്സോ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ കംപ്ലൈന്റ് മോശമാകാൻ കാരണമാകും. നിങ്ങളുടെ മുഖം അമിതമായിട്ട് എണ്ണമയം ഉള്ളതാണെന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് ബേസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിമ്പിൾ ക്ലീൻസേഴ്സ് ഉപയോഗിക്കാം. അതായത് മുഖത്ത് ജെൽ ടൈപ്പ് ഉള്ള ക്ലീൻസേഴ്സോ അല്ലെങ്കിൽ സോപ്പ് ടൈപ്പ് ഏതെങ്കിലും ക്ലീൻസേഴ്സ് ഉപയോഗിച്ച് മുഖം ഒന്ന് കഴുകി നീറ്റാക്കി വയ്ക്കുന്നത് തെറ്റൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഹയലുറോണിക് ആസിഡ് കണ്ടന്റ് ഉള്ള ഏതെങ്കിലും ക്ലീൻസേഴ്സ്, പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് മുഖത്തിന്റെ ഡ്രൈനെസ് മാറി എപ്പോഴും ഒരു ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്ന ഏതെങ്കിലും ക്ലീൻസേഴ്സ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അത് ഹയലുറോണിക് ആസിഡ് ബേസ് ആയിട്ടുള്ള ഏതെങ്കിലും ക്ലീൻസേഴ്സ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നിർത്താനായിട്ട് ശ്രദ്ധിക്കണം. ഇനി മുഖം ക്ലീൻ ചെയ്യുന്നതിന് ഏത് ടൈപ്പ് വെള്ളം ഉപയോഗിക്കുക എന്നുള്ളതാണ്. പലരും നല്ല ചൂടുവെള്ളം ഉപയോഗിച്ച് മുഖം വാഷ് ചെയ്യുന്ന കാണാം. പലപ്പോഴും ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് ആവി പിടിക്കുന്ന കാണാം. എന്നാൽ അമിതമായി ചൂടുവെള്ളം മുഖത്ത് പിടിക്കുന്നതോ അല്ലെങ്കിൽ ആവി പിടിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന്റെ ടോൺ പോകുന്നതിന് കാരണമാകും. ചൂട് അമിതമായിട്ട് തട്ടുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ ചെറിയ ഇറിറ്റേഷൻസ് ഉണ്ടായി സ്കിന്നിന് കൂടുതൽ ചുളിവ് വരുന്നതിന് കാരണമാകും. അതായത് കൂടുതൽ കെയർ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചെയ്യുന്ന പരിപാടികൾ നമ്മുടെ സ്കിന്നിനെ മോശമാക്കുകയാണ് ചെയ്യുന്നത്. ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് പോലെ തന്നെ അപകടമാണ് നിങ്ങൾ തണുത്ത വെള്ളം, പ്രത്യേകിച്ച് ഐസ് വാട്ടറൊക്കെ ഉപയോഗിച്ച് മുഖം വാഷ് ചെയ്യുന്നത്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഐസ് വാട്ടർ വീഴുന്ന ഭാഗത്തുള്ള നമ്മുടെ ചെറിയ ബ്ലഡ് വെസൽസ് ഉണ്ട്, കാപ്പിലറീസ് ഉണ്ട്. ഇത് പെട്ടെന്ന് ചുരുങ്ങിപ്പോവുകയും ആ ഭാഗത്ത് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്യും. എന്തിനു വെറുതെ പൊല്ലാപ്പ്? ഏറ്റവും നല്ലത് ചൂടാക്കി തണുപ്പിച്ച പ്ലെയിൻ ലൂക്ക് വാം വാട്ടറിൽ മുഖം ഒന്ന് കഴുകി തുടച്ചു വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. കഴിയുന്നത്ര മുഖം കഴുകുന്ന വെള്ളത്തിന്റെ കാര്യത്തിലൊന്നും വലിയ ഓവർ കെയറിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറഞ്ഞുതരാം. എപ്പോഴും മുഖം നിങ്ങൾ ദിവസത്തിൽ 2 നേരം കഴുകി നീറ്റാക്കി വച്ചാൽ മതിയാകും. എപ്പോഴും നിങ്ങളിപ്പം വെയിലേറ്റ് കരുവാളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക, അതിൻ്റെ മുകളിൽ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ നോക്കുക. വീട്ടിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള ഫേസ് ക്ലീൻസിങ് ഏജൻസ് മാറി മാറി ഉപയോഗിക്കുന്നവരുടെ സ്കിന്നിന്റെ പ്രോബ്ലം അവർക്കത് കൂടുതൽ സെൻസിറ്റീവ് ആവും. ഇത്തരക്കാർ പലപ്പോഴും വെയിലേറ്റാലോ പുറത്തേക്കൊക്കെ പോയാലോ പെട്ടെന്ന് തന്നെ സ്കിന്നിന് കരുവാളിപ്പ് വരാനോ സ്കിൻ ടോൺ പോകാനോ എല്ലാം കാരണമാകും. എന്തിനേറെ ഇത്തരത്തിൽ വസ്തുക്കളുടെ പുറകെ പോകുന്നു. പണ്ടുള്ളവരുടെ നമ്മുടെ സ്കിൻ ടോൺ കണ്ടിട്ടില്ലേ? എല്ലാവർക്കും മനോഹരമായ സ്കിന്നും ഭംഗിയും ഒക്കെ തന്നെയല്ലേ ഉണ്ടായിരുന്നു. അവർ ഇത്തരത്തിലുള്ള എത്ര വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും പുറകെ പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഒരു വസ്തുക്കൾ ഉപയോഗിക്കാതെ മുഖം 2 നേരം കഴുകിയാൽ തന്നെ ഇനഫ്.
നിങ്ങളുടെ ഭംഗി നിലനിർത്താനായിട്ട് സഹായിക്കും. അതോടൊപ്പം തന്നെ റെഗുലറായിട്ട് ചെയ്യുന്ന വ്യായാമവും ധാരാളം വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് ആവശ്യത്തിന് കഴിക്കുക, പച്ചക്കറികളും ഇലക്കറികളും കഴിക്കുക, മുഖത്തിൻ്റെ ഭംഗി നിലനിർത്തുന്നതിന് സുഖമായിട്ടുള്ള ഉറക്കവും ആവശ്യമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്തിൻ്റെ ഭംഗി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ മുഖം കഴുകുന്നതിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും കാണിക്കുന്ന അബദ്ധങ്ങൾ മനസ്സിലായില്ലേ? ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ മലയാളികളുടെ അറിവിലേക്കായിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെങ്കിലും ഇന്ന് നമ്മുടെ ഓരോരോ കുടുംബങ്ങളിലുമുണ്ട്. അവർക്ക് ഡെഫിനറ്റ്ലി ഇതൊരു ഐ ഓപ്പണിംഗ് ആയിരിക്കും എന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.